വയനാട് CPM-ലെ സംഘടനാ പ്രതിസന്ധിയിൽ പരസ്യ പ്രതികരണവുമായി കണിയാമ്പറ്റയിലെ കൂടുതൽ പാർട്ടി നേതാക്കൾ രംഗത്ത് വന്നു. ഒരു വിഭാഗത്തിന്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി പാർട്ടിയിലെ ജനാധിപത്യം തകർത്തു കളഞ്ഞു. ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ VV ബേബി, M മധു എന്നിവർക്കെതിരെയായിട്ടാണ് ഇപ്പോൾ നേതാക്കളുടെ ആരോപണം വന്നിരിക്കുന്നത്. ലോക്കൽ സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അട്ടിമറി ചൂണ്ടിക്കാണിച്ച് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇടപെട്ടിട്ടില്ല എന്ന് വിമർശനമുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് ആദ്യം ഒന്നും ചെല്ലാം. മേൽത്തട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ കൂട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. പാർട്ടി പെരുമാറ്റച്ചട്ടം പാലിക്കുന്നില്ല. അതാണ് എവിടെയെങ്കിലും എത്തിച്ചേരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ മധുവിന് ഇപ്പം ജില്ലാ കമ്മിറ്റിയിലോട്ട് എത്തണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ ആൾ വേണം, ഏരിയ കമ്മിറ്റിയിലും ആൾ വേണം. അങ്ങനെ കുറേ ആളുകളെ കൂട്ടി മേൽ കമ്മിറ്റിയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ സമ്മേളനങ്ങളിൽ വരുന്നത്. ഇത് കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ പാർട്ടി തീരുമാനങ്ങളിൽ അതിയായ വിദ്വേഷമുണ്ട്. ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇപ്പം ഇത്രയും ആളുകൾ കൂടിയിട്ട് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഏരിയ സെക്രട്ടറിയും DYFI മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് മധുവേട്ടൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പാർട്ടി ജനാധിപത്യം ആകെ അട്ടിമറി രീതിയിലാണ് ഈ കഴിഞ്ഞ രണ്ടാമത്തെ ലോക്കൽ സമ്മേളനം നടന്നത്. പാർട്ടിക്കകത്ത് അനീതി അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ചില ആളുകൾക്കെതിരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചില കറപ്ഷൻ ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ വേറെ മോശപ്പെട്ട ആളുകളെ പാർട്ടിയിലുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് അവരെ തേജോ ചെയ്യുന്ന രീതിയിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആയിട്ടുള്ള വർക്കാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ പറയും? SKN വയനാട്ടിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള AV ജയനെ പുൽപ്പള്ളി പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതായിരുന്നു ആദ്യത്തെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. കാരണം പൂതാടി ഒപ്പം തന്നെ കേണിച്ചിറ ലോക്കൽ കമ്മിറ്റികൾ ഒന്നടങ്കം തന്നെ ഈ വിഷയത്തോട് വളരെ പരസ്യമായ പ്രതികരണമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം പുൽപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ ഒരു വിഭാഗം ഉൾപ്പെടെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ കണിയാമ്പറ്റയിലും സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടുന്നത്. ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയെ വരുതിയിലാക്കാനുള്ള ആ ഒരു നീക്കമുണ്ടായി. ആ നീക്കത്തിൻ്റെ തുടക്കം കണിയാമ്പറ്റയിൽ നിന്നാണ് എന്നുൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കണിയാമ്പറ്റയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ, ലോക്കൽ സമ്മേളനങ്ങളിൽ അനഭിലഷണീയമായ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട് അവിടുത്തെ പ്രതിനിധികൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെന്നാണ് കണിയാമ്പറ്റയിലെ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. ഇതിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട്. പാർട്ടി തത്വങ്ങൾ അറിയാത്ത ആളുകളല്ല, അവരെല്ലാം തന്നെ സംഘടനയുടെ പാർട്ടിയുടെ വിവിധ ഫോറങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരാണ് ഇങ്ങനെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് നിലവിലെ ജില്ലാ നേതൃത്വത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. ഇന്നെന്തായാലും ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ പരസ്യ പ്രതികരണം ഒപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ ഇതിലെല്ലാം തന്നെ എന്ത് നടപടി പാർട്ടി ജില്ലാ കമ്മിറ്റി കൈക്കൊള്ളുമെന്നുള്ളതാണ് ഇവരും കാത്തിരുന്ന് വിവരങ്ങൾ നൽകിയത്. മാത്യു കുറിക്കുന്ന ഒരു കാര്യം, പണത്തിന്റെ ആർത്തിയിൽ ഭൂമിദേവിയെ കാത്തു നിന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. അതും കറക്റ്റ്. ആർത്തി മൂത്ത് നമ്മുടെ ചില ആളുകൾക്ക് വട്ടായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.